വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ വോയിസ്. നമ്മുടെ എന്നുള്ളത് അക്യൂറേൻ്റെ MDX ആണ്. MDX എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, നമ്മളെ ഹൈലാൻഡർ, നമ്മൾ ഹോണ്ടേൻ്റെ ഒക്കെ ആണെങ്കിൽ പൈലറ്റ്, അല്ലെങ്കിൽ ടൊയോട്ടേൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഹൈലാൻഡറിൻ്റെ ഒക്കെ ഒരു കോമ്പറ്റീറ്ററാണ് നമുക്ക് ഈ ഒരു MDX. അക്യൂറ എന്ന് പറയുന്നത്, അക്യൂറ നമുക്ക് എല്ലാവർക്കും അത്ര പരിചിതമുള്ള ഒരു കമ്പനി ആയിരിക്കത്തില്ല. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹോണ്ടേൻ്റെ ഒരു പ്രീമിയം സെഗ്മെൻ്റാണ് ശരിക്കും അക്യൂറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് ടൊയോട്ടയിൽ ലെക്സസ് എങ്ങനെയാണോ അതുപോലെയാണ് നമുക്ക് ഹോണ്ടയിൽ അക്യൂറ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ന് എന്തായാലും ഉള്ളത് നമുക്ക് അക്യൂറേൻ്റെ MDX ആണ്. MDXൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് എന്തായാലും പോകാം. നമുക്ക് ആദ്യം തന്നെ എക്സ്റ്റീരിയർ വിശേഷം നോക്കാം. ഇതിൻ്റെ എക്സ്റ്റീരിയർ വരുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് ഹോണ്ടേൻ്റെ ഒരു പ്രീമിയം സെഗ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഫുൾ പ്രീമിയം ആണ്. നമുക്ക് ഇതിൻ്റെ ഒരു ഡിസൈൻ അടക്കം നമുക്ക് വരുന്നത്. നമുക്ക് ഹെഡ് ലാമ്പിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ ഹെഡ് ലാമ്പ്സ് നമുക്കൊരു 4 സ്ലാറ്റ്സ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് യൂണിറ്റ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇത് താഴെയായിട്ട് നമുക്ക് ആ ഒരു ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. 4 ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. പിന്നെ നടുക്കോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു ഗ്രില്ലിൻ്റെ നടുക്കായിട്ട് നമുക്ക് ആ ഒരു അക്യൂറേൻ്റെ വലിയൊരു എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. നമുക്ക് ഇതിൻ്റെ ബാക്കിലായിട്ട് റഡാർ യൂണിറ്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ എയർ വെൻറ്റ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർക്കിംഗ് സെൻസേഴ്സ് ഈ ഒരു ഇങ്ങനെ 4 ഇവിടെ നേരത്തെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു അക്യൂറേൻ്റെ ഈ ഒരു ബാഡ്ജിങ്ങിൻ്റെ തൊട്ട് മേളിലായിട്ട് നമുക്ക് 360 ഡിഗ്രി ക്യാമറേൻ്റെ ആ ഒരു ക്യാമറ ബട്ടൺ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ഒരു ഡിസൈനൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, നമുക്ക് ആ ഒരു സൂപ്പർമാൻ്റെ ഒക്കെ ഒരു ഇതുപോലെ നമുക്ക് തോന്നുന്ന ഒരു രീതിയിലുള്ളൊരു ഗ്രിൽ യൂണിറ്റാണ് ഇതിനകത്ത് വരുന്നത്. നല്ല അടിപൊളി, എന്താ പറയുക, ഒരുപാട് കട്ടുകളും ക്രീസുകളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള ഒരു ഗ്രിൽ യൂണിറ്റാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ വരുന്നത് 3.5 ലിറ്ററിൻ്റെ ഒരു എഞ്ചിനാണ് വരുന്നത്. നമുക്ക് ഈ ഒരു എഞ്ചിൻ ബേ ഒക്കെ ആണെങ്കിലും നമുക്ക് ഈ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിനകത്ത് ഇഷ്ടം പോലെ കട്ടുകളും ക്രീസുകളൊക്കെ ഉള്ളൊരു എഞ്ചിൻ ബേ ആണ് വരുന്നത്. നമുക്ക് ഇവിടെ ഒരു ലൈൻ, നടുക്കൂടെ വലിയൊരു ലൈൻ, പിന്നെ അവിടെയൊക്കെ ആണെങ്കിലും മൊത്തത്തിൽ ഷാർപ്പായ ലൈൻസ് കൊണ്ടുള്ളൊരു ലൈൻ പ്ലേ ആണ് നമുക്ക് ഇവിടെ വരുന്നത്. അതുപോലെ ഞാൻ പറയാൻ വിട്ടുപോയൊരു സാധനമുണ്ട്. നമുക്ക് ഈ വണ്ടിക്ക് നമുക്ക് ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് പ്രൊജക്റ്റഡ് ഫോഗ് ലാമ്പ് യൂണിറ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് ഇവിടെ ഈ ഒരു സെറ്റപ്പ് ഒക്കെ ആണെങ്കിൽ നല്ലൊരു ഫ്ലൂയിഡ് ഷേപ്പോട് കൂടിയാണ് നമുക്ക് ഈ ഒരു എയറോഡൈനാമിക്കിനെ കുറച്ചും കൂടെ സഹായിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു ഡിസൈനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഇനി ഇതിനെ സൈഡിലേക്ക് പോകാം. നമുക്ക് ഈ വണ്ടിക്ക് മൊത്തത്തിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ലക്ഷറി ആണ്, പ്രീമിയം ആണ്. നമുക്ക് ആ ഒരു റേറ്റിങ്ങിൽ വരുമ്പോഴത്തേനും പ്രൈസിങ്ങിലേക്ക് വരുമ്പോഴത്തേനും അത്ര പ്രീമിയം അല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു പ്രീമിയംനെസ് എവിടെയും നമുക്ക് തോന്നും. പ്രൈസിങ്ങിലും ചെറുതായിട്ട് നമുക്ക് തോന്നും, ബട്ട് സ്റ്റിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു പൈസയ്ക്ക് നമ്മൾ ആ പൈസ കൊടുക്കുന്നതിന് നമുക്ക് കിട്ടാവുന്ന എല്ലാ ഫീച്ചറും നമുക്ക് ഈ വണ്ടിക്കകത്ത് വരുന്നുണ്ട്. അതുപോലെ ചെറിയ കുഞ്ഞു ഡീറ്റെയിലിംഗ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിൽ അക്യൂറ എന്നുള്ളൊരു ചെറിയൊരു എൻഗ്രേവിങ് കാര്യങ്ങളെല്ലാം കൊടുത്തേക്കുന്ന കാണാം. അതുപോലെ ചെറിയ കുഞ്ഞു ഡീറ്റെയിലിങ്ങൾ ഈ വണ്ടികളിൽ നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇതിന് ടയേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ടയേഴ്സ് വരുന്നത് 20 ഇഞ്ചിൻ്റെ ഒരു വലിയൊരു ടയേഴ്സാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ പ്രൊഫൈൽ വരുന്നത് 235/50R20 ആണ് ഇതിൻ്റെ പ്രൊഫൈൽ വരുന്നത്. അതുപോലെ ഈ ഒരു അലോയ് ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളി കിടുക്കൻ അലോയ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അലോയിൻ്റെ ആ ഡിസൈനും അതുപോലെ ആ കളറും ഗ്രേ ഒരു എന്താ പറയുക, ഗ്രേ പെയിൻറ്റഡ് ആ അലോയൊക്കെ ഈ മൊത്തത്തിൽ ഈ വണ്ടീനെ മൊത്തത്തിൽ ആ ഒരു സ്റ്റൈലിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്, ലക്ഷറീനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് മിറേഴ്സ് കാണാൻ പറ്റും. മിറേഴ്സിൻ്റെ ബോഡി കളർ മിറേഴ്സ് വരുന്നുണ്ട്. മിറേഴ്സിന് തൊട്ട് താഴെയായിട്ട് ആ ഒരു സ്റ്റീൽ ഫിനിഷോട് കൂടി നമുക്ക് ഈ ഒരു സെറ്റപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് ആ മൊത്തത്തിൽ ആ കളറിനെ ഒന്നും കൂടെ കട്ട് ചെയ്യാനും അതേ സമയത്ത് വണ്ടി ഒന്നും കൂടെ ഒന്ന് ലക്ഷറി ആക്കാനും അത് സഹായിക്കുന്നുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേനും ഞാൻ പറഞ്ഞ പോലെ ഇതിന് നല്ല ഷാർപ്പായിട്ട് ഈ സൈഡിലൂടെ ഈ ഒരു ബോഡി ലൈൻ പോകുന്നുണ്ട്. അത് നമുക്ക് ആ ബാക്കിലത്തെ ടെയിൽ ലാമ്പ് യൂണിറ്റ് വരെ നമുക്ക് ആ ഒരു ലൈൻ വരുന്നുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെയല്ല, നമുക്ക് സൈഡ് ഒരു പ്രൊഫൈലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്രത്തോളം ലൈൻസോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു ഷാർപ്പ് ലൈൻ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു സ്കൂപ്പ് പോലെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതല്ലാണ്ട് വേറെ കാര്യമായ ലൈൻസോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് ഈ ഒരു ഡോറിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റീൽ പ്ലേറ്റിംഗ് കാണാം. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിൻ്റെ താഴെയായിട്ട് നമുക്ക് ആ ഒരു ഫൈബർ ഫിനിഷിങ് നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് നമ്മൾ സാധാരണ SUV-കളിലെല്ലാം കണ്ടുവരുന്ന പോലെ തന്നെ നമുക്ക് ആ ഒരു ഫൈബർ യൂണിറ്റ് നമുക്ക് ഈ ഒരു വണ്ടീനെ നമുക്കിങ്ങനെ റാപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു സൈഡ് ഡോർ ഹാൻഡിൽസിലൊക്കെ ആണെങ്കിലും റിക്വസ്റ്റ് സെൻസേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കൈ വെച്ചപ്പോൾ അത് ലോക്ക് ചെയ്യുക അൺലോക്ക് ചെയ്യുകയൊക്കെ ചെയ്തത്. നമുക്കിവിടെ
ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലോക്കായി. പിന്നെ നമ്മളൊന്നും കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൺലോക്കായി. ഇപ്പോൾ ലോക്കായി, സോറി, ഇപ്പോൾ അൺലോക്ക് ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു മിററൊക്കെ അപ്പോൾ നമുക്ക് ഓപ്പൺ ആവുന്ന കാണാൻ പറ്റും. നമ്മൾ സെക്കൻഡ് റോ നമുക്ക് ഈ ഒരു ഗ്ലാസ് ഏരിയയൊക്കെ ആണെങ്കിലും നമുക്ക് ടിൻറ്റഡ് ഗ്ലാസ് ഏരിയ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് തേർഡ് റോ സീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ തേർഡ് റോ കോർണിംഗ് ഗ്ലാസ് ഏരിയയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു ഗ്ലാസ് ഏരിയ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനി ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നല്ല ഷാർപ്പായിട്ടുള്ളൊരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. ആ ബ്രേക്ക് ലാമ്പ് യൂണിറ്റിൽ തന്നെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ലാമ്പ് കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. നമ്മൾ ആ ബ്രേക്ക് ലാമ്പ് യൂണിറ്റിൻ്റെ അവിടുന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമുക്ക് അക്യൂറേൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. അതിന് തൊട്ട് മേളിലായിട്ട് നമുക്ക് വൈപ്പേഴ്സ് വരുന്നുണ്ട്. അതുപോലെ മേളിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ വാഷറിൻ്റെ ആ ഒരു നോസിൽ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് ഇവിടെയുണ്ട്. അതുപോലെ ഷാർക്ക് പിൻ ആൻറ്റിനയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഈ വണ്ടി 2024 ആണ്, നമ്മുടെ യൂസ്ഡ് ആണ്. പക്ഷേ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അത്രയും പ്രീമിയം ആയിട്ട് നമുക്ക് തോന്നും, കാരണം അത്രയും വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പം ഈ വണ്ടി നമുക്ക് ഇന്ന് കിട്ടിയത് പെർഫോമൻസ് ഓട്ടോ ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള പ്രിസിഷൻ ഹോണ്ടയിൽ നിന്നാണ്. പ്രിസിഷൻ ഹോണ്ടയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി നല്ലൊരു ഡീലിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ ആ ബാഡ്ജിങ്ങിൻ്റെ അവിടുന്ന് താഴോട്ട് വരുമ്പോൾ വീണ്ടും നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ട അതൊരു ഡിസൈൻ ട്രീറ്റ്മെൻറ്റ് പോലെയാണ് എനിക്ക് ബാക്കിലും എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒരുപാട് നമുക്ക് കട്ടുകളും ക്രീസുകളും ഇവിടെ കൂടുതലാണ്. ഇവിടെയൊക്കെ ആണെങ്കിലും കട്ടുകൾ വീണ്ടും വരുന്നുണ്ട്. പിന്നെയും ഒരുപാട് കട്ടിങ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ MDXൻ്റെ ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഓൾ വീൽ ഡ്രൈവ് ആണ്, അതിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. എക്സോസ്റ്റ് യൂണിറ്റ് നമുക്ക് രണ്ട് സൈഡിലും നമുക്ക് കൊടുത്തേക്കുന്ന കാണാം. അതുപോലെ ഇവിടെ ചെറിയൊരു സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു ബ്ലാക്ക് വണ്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു കളറിനെ ഒന്നും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി അത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് നമുക്ക് വരുന്നത്. പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആവും. ഇഷ്ടം പോലെ സ്ഥലം നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ വരുന്നുണ്ട്, കാരണം നമ്മൾ തേർഡ് റോ സീറ്റ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടം പോലെ സ്ഥലം ഇതിനകത്ത് കാര്യങ്ങളെല്ലാം വരുന്നത്. തേർഡ് റോ സീറ്റിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ഒരു കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇപ്പുറ സൈഡിലേക്ക് വരുവാണെങ്കിൽ USB Type Aൻ്റെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പാക്ഡ് ആയിട്ട് തന്നെയാണ് തേർഡ് റോ സീറ്റ് ആണെങ്കിൽ നമുക്ക് കൊടുത്തേക്കുന്നത്. കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു തേർഡ് റോ നമ്മൾ ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ പോലും നമുക്ക് ഈ ഒരു സ്ഥലത്തൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഒരു 3 പെട്ടികളൊക്കെ നല്ല സുഖമായിട്ട് വെക്കാൻ പറ്റുന്നൊരു സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു മാറ്റ് ഒന്ന് ജസ്റ്റ് പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അത്യാവശ്യം സാധനങ്ങൾ വെക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഇവിടെയൊക്കെ ആണെങ്കിലും ഒരു ചെറിയ സ്റ്റോറേജ് യൂണിറ്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇവിടെയാണ് നമുക്ക് ഈ സ്പെയർ യൂണിറ്റ്, നമ്മുടെ സ്പെയർ ടയർ ഓപ്പൺ ആക്കാനുള്ള ഒരു പോർട്ട് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. നമുക്കിവിടെ തൽക്കാലം നമുക്കിത് ക്ലോസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പവർ ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് 12 വോൾട്ടിൻ്റെ ഒരു പവർ ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ ബൂട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സാധനങ്ങളൊക്കെ ഹുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് നമുക്ക് ഈ ഒരു ബാക്കിൽ നിന്ന് കിട്ടുന്നൊരു ഫീല്. അത്യാവശ്യം നല്ല ഒരുപാട് ഫീച്ചറുകൾ റിച്ച് ആയിട്ടുള്ളൊരു സെറ്റപ്പാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഈ ഒരു സൈഡിൽ അത്യാവശ്യം ഇപ്പം നമുക്ക് ഈ ഒരു ഹുക്കിനകത്തൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ഹുക്ക് ചെയ്ത് ഇവിടെ സാധനങ്ങളൊക്കെ വെക്കണേ അങ്ങനെ വെക്കാൻ പറ്റും. അപ്പോൾ അത്രയ്ക്ക് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ബാക്കിൽ നിന്ന് കിട്ടുന്ന ഫീല്. അതുമാത്രമല്ല നമുക്കിത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ലൈറ്റ് നമുക്കിതിനകത്ത് മിസ്സിങ് ആയിട്ട് തോന്നും. ലൈറ്റ് നമുക്ക് ഇവിടെയാണ് ഇതിന് വരുന്നത്. ലൈറ്റ് ഈ രണ്ട് സൈഡിൽ ഇവിടെയും ലൈറ്റ് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയൊക്കെ ആണെങ്കിൽ നല്ല കൃത്യമായിട്ട് നമുക്ക് ആ ഒരു സ്പേസിൽ ലൈറ്റ് കിട്ടും. നമുക്കിനി എന്തായാലും ഇത് ക്ലോസ് ചെയ്യാം. നമുക്ക് ക്ലോസ് ചെയ്യാനാണെങ്കിൽ നമ്മളിത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇലക്ട്രോണിക്കലി നമുക്കിത് ക്ലോസ് ആവും. നമുക്ക് ഈ ഒരു അക്യൂറേൻ്റെ ഈ ഒരു മോഡലിനൊക്കെ ആണെങ്കിലും നമ്മൾ ക്യാമറ യൂണിറ്റ് ഇവിടെ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ ക്യാമറ യൂണിറ്റിനാണെങ്കിലും നമുക്കിവിടെ വാഷർ യൂണിറ്റ് നമുക്കിവിടെ ചെറിയ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. നമുക്ക് ഈ ഒരു മിറർ അല്ലെങ്കിൽ ക്യാമറ നമുക്ക് വാഷ് ചെയ്യാനുള്ള ആ ഒരു യൂണിറ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഈ വണ്ടീൻ്റെ ഒരു മൊത്തം നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ലക്ഷറി ആയിട്ടും പ്രീമിയം ആയിട്ടും ആ കളറും ബ്ലാക്ക് കളറും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു അൾട്രാ പ്രീമിയം ലക്ഷറി നല്ലൊരു അടിപൊളി ഫാമിലിക്ക് പറ്റുന്ന ഒരു കാറാണ് നമ്മുടെ ഈ ഒരു അക്യൂറേൻ്റെ MDX. നമുക്ക് ഇനി എന്തായാലും അകത്ത് കയറി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അകത്തും അടിപൊളിയാണ്. നമുക്ക് എന്തായാലും അകത്തേക്ക് പോകും. നമ്മൾ അകത്തോട്ട് കയറുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു സൈഡ് ഡോർ പാഡും കൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. സൈഡ് ഡോർ പാഡിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 മെമ്മറി
സീറ്റ് ഫംഗ്ഷൻ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അത് സെറ്റ് ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് താഴെ വരുന്നുണ്ട്. ഇത് മൊത്തം നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നമുക്ക് ഈ ഒരു മൊത്തം ഒരു യൂണിറ്റ് വരുന്നത്. ഇവിടെയൊക്കെ ആയിട്ട് ഒരു ടെക്സ്ചേർഡ് ഫിനിഷ് നമുക്ക് വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോൾ ട്യൂട്ടേഴ്സും അതുപോലെ സ്പീക്കർ യൂണിറ്റ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു ബട്ടൺ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി എന്തായാലും അകത്തേക്ക് കയറാം. അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പ്രീമിയംനെസ് നമുക്ക് നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വണ്ടി ഓണാക്കിയപ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക, നമുക്ക് ആ ഒരു ലക്ഷറി ഫീൽ നമുക്ക് തോന്നും. അതാണ് നമുക്ക് ഈ ഒരു അക്യൂറേൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ നമ്മൾ ഹോണ്ട എന്തുകൊണ്ട് നമ്മൾ മാറ്റി അക്യൂറേ ചിന്തിക്കണം എന്നുള്ളതിൻ്റെ ഒരു ആൻസറാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുമ്പോൾ. ആ ഒരു ലക്ഷറി, ഭയങ്കരമായ ഒരു ലക്ഷറി നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു HUDൻ്റെ ടിൽട്ട് നമുക്ക് ഹെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിൻ്റെ ടിൽട്ട് ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ അതിൻ്റെ ബ്രൈറ്റ്നസ് വേണേൽ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ നമ്മൾ ആ ഒരു HUDന്ന് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു സേഫ്റ്റി സെൻസിൻ്റെ ഒരു ബട്ടൺ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ വിൻഡോ നമുക്ക് ഡീഫ്രോസ്റ്റിംഗ് അല്ല, നമ്മുടെ വൈപ്പർ ഡീഫ്രോസ്റ്റിങ്ങിൻ്റെ ഒരു ബട്ടൺ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. പാർക്കിംഗ് അസിസ്റ്റൻ്റ് ബട്ടൺ ഉണ്ട്. അതുപോലെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കി നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേൻ്റെ ഒക്കെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മേളിലൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഒരു AC വെൻ്റ് നല്ലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. നല്ലൊരു ലക്ഷറി പ്രീമിയം ഫീൽ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ഒരു സൈഡിൽ നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ്റെ ഒരു ലൈറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ഈ ഒരു സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോഴത്തേനും 3 സ്പോക്ക് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീൽ യൂണിറ്റ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വോളിയം കൺട്രോളും അതുപോലെ നമുക്ക് ഹീറ്റഡ് സ്റ്റിയറിംഗ് വീലിൻ്റെ ഒക്കെ നമുക്ക് ബട്ടൺ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും ക്രൂയിസ് കൺട്രോളിൻ്റെയും ബാക്കി അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റും. അക്യൂറേൻ്റെ ഒരു ബാഡ്ജിങ് ഉണ്ട്. നടുക്ക് നമുക്ക് നല്ലൊരു അക്യൂറേൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ ഒരു മോഡലിന് നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. 2 സൈഡിലും അതിൻ്റെ പാഡൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു ഡിസൈനൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി കിടുക്കൻ ഡിസൈൻ ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ നമുക്ക് സ്പീഡോമീറ്ററും ടാക്കോമീറ്ററും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ വണ്ടിക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത് നമുക്ക് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. അതിനകത്ത് ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ആ ഒരു നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ബട്ടൺ നമുക്ക് ഇവിടെയാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒക്കെ ആണെങ്കിലും നല്ലൊരു റെസ്പോൺസീവ് ആയിട്ടൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. നമുക്ക് ആ ഒരു ലൈറ്റൊക്കെ ഓൺ ആണെങ്കിൽ ആ ഓണിൻ്റെ ഒരു ഇതും നമുക്ക് ഇൻഡിക്കേഷൻസ് ഒക്കെ കാണാം. നമ്മളിപ്പോൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് അതിൻ്റെ ഇൻഡിക്കേഷനൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഇവിടെ ക്യാമറേൻ്റെ ഒരു ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ ആക്സസ് ചെയ്യണമെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിൻ്റെ ഓപ്ഷൻ മാറ്റണമെങ്കിലും നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മതി. നമുക്ക് ഈ നടുക്കോട്ട് വരുമ്പോഴത്തേന് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. നല്ലൊരു അടിപൊളി നമുക്കൊരു ഫ്ലോട്ടിംഗ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ് ഇതിനകത്ത് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് HUD ഉണ്ട്. HUD നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൻ്റെ താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഹസാർഡിൻ്റെ നമുക്ക് ബട്ടൺ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് റെഡായിട്ട് അത് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെയായിട്ട് ഇതിൻ്റെ ഒരു എന്താ പറയുക AC-ൻ്റെ കൺട്രോൾസും കാര്യങ്ങളും ഓട്ടോമാറ്റിക് ക്ലൈമോ കൺട്രോളിൻ്റെ ഒക്കെ ബട്ടൺസും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ്ലി തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു ചെറിയ ടോഗിൾ ബട്ടൺ പോലെയാണ് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ താഴോട്ട് മുകളിലോട്ട് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഈ AC ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും അതുപോലെ സിങ്ക് ചെയ്യാനുള്ള അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറ സൈഡിലേക്കാണെങ്കിൽ നമുക്ക് ആ ഒരു AC-ൻ്റെ റിയർ സെറ്റിങ്, അതായത് ബാക്കിലെ സെറ്റിങ്സ്, അതായത് AC സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. താഴോട്ട് വരുമ്പോഴത്തേനും ഹീറ്റഡ് ആൻഡ് കൂൾ സീറ്റ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ നമുക്ക് ബട്ടൺ നമുക്കിവിടെ കാണാൻ പറ്റും. അത് നമുക്ക് ഓട്ടോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 2 സൈഡിലും നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതാണ് ഈ ഒരു എന്താ പറയുക ഒരു നോബാണ് നമുക്ക് ഈ ഒരു മോഡ്സ് കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള ഒരു മോഡ്. നമ്മളിത് ടിൽറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ ചേഞ്ചസ് വരുന്ന കാണാം. ഇപ്പോൾ നോർമൽ, സ്പോർട്ട്, അതുപോലെ കംഫർട്ട്, സ്നോ, ഇങ്ങനെ നമുക്ക് 4 നമുക്ക് മോഡ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ നടുക്ക് നമുക്കൊരു ബട്ടൺ ഉണ്ട്. അത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിത് ആക്ടിവേറ്റ് ആവും. നമുക്കിത്
ടിൽറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ, ഇതാണ് ഇതിൻ്റെ ഒരു ലക്ഷറി. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഓരോ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ലക്ഷറി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത് ഇവിടെ മാറുന്നതിനും ഇവിടെയും നമുക്ക് രണ്ട് സ്ഥലത്ത് രണ്ട് ഡിസ്പ്ലേയിൽ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ മാറുന്ന നമുക്ക് കാണാൻ പറ്റും. നല്ല റെസ്പോൺസീവാണ്. നമുക്ക് ഇതിനകത്ത് ഇരിക്കുമ്പോൾ ആ ഒരു ഫീല് നമുക്ക് കിട്ടും. നമുക്കിപ്പോൾ ഇത് നോർമലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് പാർക്കിൻ്റെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. പാർക്ക്, അതുപോലെ റിവേഴ്സ് ഇടണമെങ്കിൽ നമ്മൾ ബ്രേക്ക് ഔട്ട് അഗൈൻ ഇത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് നമുക്ക് വീണു, അതുപോലെ ന്യൂട്രൽ, അതുപോലെ ഡ്രൈവ്. ഇങ്ങനെ നമുക്ക് 4 ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് തൽക്കാലം നമുക്ക് ഇടാം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പാർക്കിംഗ് ബ്രേക്ക് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ പാർക്കിംഗ് ബ്രേക്ക് നമ്മൾ കൊടുത്തു. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു അസിസ്റ്റ് നമുക്ക് ഇവിടെ കാണാം. അതുപോലെ നമുക്ക് ഈ ഒരു അസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഒരു വലിയൊരു ട്രാഫിക്കിലൊക്കെ ആണെങ്കിൽ നമ്മളിത് ഓണാക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് ഔട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഓഫ് ആവും. അതിനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് പാർക്കിംഗ് ഹോൾഡ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ ഒരു ഫുൾ സിസ്റ്റം ഒക്കെ ആണെങ്കിൽ നല്ലൊരു അടിപൊളി കോക്പിറ്റ് സ്റ്റൈൽ ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് വരുന്നത്. നമുക്ക് ഈ ഒരു ഏരിയയൊക്കെ മൊത്തം നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ, അതുപോലെ മുകളിലൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ലെതർ, ഇതിൻ്റെ ഇടയിലായിട്ട് നല്ലൊരു ടെക്സ്ചേർഡ് ഫിനിഷ്. അങ്ങനെ മൊത്തത്തിൽ നല്ല ഈ വണ്ടി നമ്മൾ കാണുമ്പോൾ തന്നെ ആ ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടും. പിന്നെ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേനും നമുക്കിത് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും USB Type-C അതുപോലെ Type-A നമുക്ക് ചാർജിങ് പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും. അത് 2 സൈഡാണെങ്കിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്കിവിടെ ടച്ച് കൺട്രോൾഡ് ആണ് നമുക്ക് ഇതിൻ്റെ സ്ക്രീന് കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളിവിടെ ടച്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കിത് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, അതുപോലെ സ്ക്രോൾ ചെയ്യണമെങ്കിൽ ഇവിടെ, അതുപോലെ ബാക്കിലേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഹോം പോകണമെങ്കിൽ ഒക്കെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അതുപോലെ 2 വിരൽ വെച്ച് നമ്മളിങ്ങനെ ആക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ മാറ്റാൻ നമുക്ക് പറ്റും. സ്ക്രീനൊക്കെ മാറ്റാൻ നല്ല റെസ്പോൺസീവായിട്ട് കാര്യങ്ങൾ നല്ല മാറുന്നുണ്ട്. അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇതിനകത്ത് സൗണ്ട് മാറും. അതുപോലെ ഹാപ്റ്റിക് നമുക്കൊരു ഫീലൊക്കെ ആണെങ്കിൽ നല്ലൊരു ഹാപ്റ്റിക് ഫീൽ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. കണ്ടോ, നമുക്കിപ്പോൾ സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ നമുക്ക് ഇൻഫോർമേഷൻസ് മാറുന്ന കാണാം. അതുപോലെ ചെലങ്ക ഒക്കെ ആവുന്ന പോലെ നമുക്കൊരു ഫീലാണ് നമുക്കിതിങ്ങനെ മാറ്റുമ്പോൾ. അതിൻ്റെ നമുക്ക് കേൾക്കാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ ഒരു സെറ്റപ്പാണ് ഇതിനകത്ത് നമുക്ക് കേൾക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ വോളിയം കൺട്രോൾ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണെങ്കിൽ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സോങ്സ് നെക്സ്റ്റ് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കീ ഒക്കെ വേണമെങ്കിൽ ഇട്ട് വെക്കാൻ പറ്റുന്നൊരു സ്പോട്ട് നമുക്കിവിടെ വരുന്നുണ്ട്. അത് പറഞ്ഞപ്പോൾ നമുക്ക് ഇതിൻ്റെ കീ നമുക്ക് ഇങ്ങനത്തെ ഒരു കീ ആണ് ഇതിന് വരുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് എൻജിൻ നമുക്ക് ഓണാക്കാം, റിമോട്ട്ലി ഓൺ ചെയ്യാനും, അതുപോലെ ലോക്ക് അൺലോക്ക്, അതുപോലെ ഇത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൂട്ട് ഓപ്പൺ ആവാനും ക്ലോസ് ചെയ്യാനുള്ള ബട്ടണും, അതുപോലെ നമുക്കിത് പാനിക് ബട്ടണും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ അക്യൂറേൻ്റെ നമുക്ക് കീ വരുന്നത്. അതുപോലെ നമുക്ക് ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ പിടിച്ചിരിക്കാൻ വേണ്ടി നമുക്ക് സാധാരണ ഇപ്പോൾ പണ്ട് നമ്മൾ ഗിയറുള്ള വണ്ടികളൊക്കെ ഓടിച്ച ഒരാളാണെങ്കിൽ സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ ഗിയറെ കൈവെക്കുന്നൊരു ശീലം ഉണ്ടാകും. അത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് നമുക്ക് ഇതേ വേണമെങ്കിൽ ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ ഓടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇതിനകത്ത് ഇൻഡക്ഷൻ ചാർജിങ്ങിൻ്റെ ഒരു സ്പേസ് ഇവിടെ വരുന്നുണ്ട്. അത് ഓൺ ആക്കാൻ ഓഫ് ആക്കാനുള്ള ബട്ടണൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറ സൈഡിൽ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അതൊക്കെ ആണെങ്കിലും അസിസ്റ്റീവ് ഇതിനകത്ത് ചെറിയ ലക്ഷറി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ വലിയ കപ്പാണെങ്കിൽ ഇതിനകത്ത്, അല്ലെങ്കിൽ ചെറിയ കപ്പാണെങ്കിൽ ഇപ്പുറത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ കാര്യമായിട്ട് നോക്കിയിട്ടാണ് ചെയ്തേക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ആം കൺസോളിലേക്കൊക്കെ വരുമ്പോഴത്തേനും വലിയൊരു ആം കൺസോൾ ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്കിത് 2 സ്റ്റെപ്പിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ അത്യാവശ്യം നമ്മുടെ വാലറ്റോ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. അതല്ലാണ്ട് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ആം കൺസോൾ നമുക്ക് ഫുള്ളി ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് പവർ ഔട്ട്പുട്ട് വരുന്നുണ്ട്. 12 വോൾട്ടിൻ്റെ സോക്കറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. USB Type-A ചാർജിങ് പോർട്ട് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് 2 സൈഡിൽ ഓപ്പൺ ചെയ്യാനും പറ്റും. അതല്ലെങ്കിൽ നമുക്കിങ്ങനെ സിംഗിളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ ഒരു ഈ ഒരു കൺസോളിൻ്റെ നടുക്കായിട്ട് ഈ ഒരു സൈഡിലായിട്ട് നമുക്കിവിടെ ഒരു 12 വോൾട്ടിൻ്റെ സോക്കറ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഹിഡൻ ആയിട്ടൊരു സോക്കറ്റ് നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു പാസഞ്ചർ സൈഡിലേക്ക് വരുമ്പോൾ ഗ്ലോ ബോക്സ് ഒക്കെ ആണെങ്കിൽ നല്ല ഡീസൻറ്റ് സൈസുള്ള ഒരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അകത്തൊക്കെ ആണെങ്കിലും നല്ലൊരു അടിപൊളി ടെക്സ്റ്റേർഡ് അല്ലെങ്കിൽ ഒരു ലെതർ ഫിനിഷുള്ളൊരു അകമാണ് ഇതിനകത്ത് വരുന്നത്.
അത് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോകുമ്പോഴത്തേനും നമുക്ക് പാസഞ്ചർ സൈഡ് ആണെങ്കിൽ പോലും 3 വേയിൽ നമുക്കിത് മെമ്മറി സീറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ അത് 3 വേയിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കിത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്ന് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് സീറ്റിങ്ങിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ മാറും നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ സൈഡ് ഡോർ പാഡിലേക്ക് വരുമ്പോഴത്തേനും ലോക്ക് അൺലോക്ക് ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ വിൻഡോ റോൾ ചെയ്യാനുള്ള ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ലൊരു പ്രീമിയം ഫീലുള്ള ഒരു ഇൻറ്റീരിയർ സൈഡ് ഡോർ പാഡാണ് നമുക്ക് വരുന്നത്. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് വരുന്നുണ്ട്. 1 ലിറ്ററിൻ്റെ ഒക്കെ ബോട്ടിൽ നമുക്ക് സുഖമായിട്ട് വെക്കാൻ പറ്റും. അതുപോലെ സ്പീക്കർ യൂണിറ്റ് വരുന്നുണ്ട്, ട്യൂട്ടേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ റിയർ വ്യൂ മിറേഴ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇലക്ട്രോണിക് റിയർ വ്യൂ മിറേഴ്സാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് ഗരാജ് ഓപ്പണിങ്ങിൻ്റെ നമുക്ക് ആ ഒരു ബട്ടൺസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ LED ലൈറ്റ്സാണ് നമുക്ക് വരുന്നത്. 2 സൈഡിൽ നമുക്ക് അതിൻ്റെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ അസിസ്റ്റ് നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടോയിങ് അസിസ്റ്റ് ഒക്കെ വേണമെങ്കിൽ അതിൻ്റെ ബട്ടൺസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് പനോരമിക് സൺറൂഫ് ഈ വണ്ടിക്ക് വരുന്നുണ്ട്. നല്ല വലിയൊരു സൺറൂഫ് വരുന്നുണ്ട്. അതിൻ്റെ ബട്ടൺസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു ബ്ലൈൻഡ് സൺവൈസറൊക്കെ ആണെങ്കിൽ നമുക്ക് മിറേഴ്സ് വരുന്നുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്. പാസഞ്ചർ സൈഡിലൊക്കെ ആണെങ്കിലും മിറേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും ഗ്രാബ് ഹാൻഡിൽസ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ഇവിടെയായിട്ടാണ് ഇതിൻ്റെ ഒരു മൈക്ക് വരുന്നത്. പാസഞ്ചർ സൈഡിലാണെങ്കിലും അതേപോലെ നമുക്ക് ഗ്രാബ് ഹാൻഡിൽസ് വരുന്നുണ്ട്. അതുപോലെ മൈക്കും നമുക്ക് ഇതേപോലെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ മൊത്തത്തിൽ ഈ വണ്ടി നമുക്ക് ഓരോ സൈഡിലും ഓരോ എന്താ പറയുക ചെറിയ ഡീറ്റെയിലിംഗ് ആണെങ്കിലും നമുക്ക് പ്രീമിയം ആയിട്ട് തോന്നും. ആ ഒരു പ്രീമിയംനെസ് എല്ലായിടത്തും കൊണ്ടുവരാൻ തന്നെ അക്യൂറ വളരെ എന്താ പറയുക അവർ നോക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു സീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളി നല്ല ലെതർ സീറ്റിംഗ് വരുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് ഒക്കെ ആണെങ്കിൽ നല്ല ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. നമുക്ക് ഈ ഒരു ലംബർ സപ്പോർട്ടും റീച്ചും ടിൽട്ടും എല്ലാം നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടെ മാറ്റുന്നതിനനുസരിച്ച് നമുക്കിതാ ഇവിടെ ഡിസ്പ്ലേയിൽ അതിൻ്റെ ചേഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് സൈഡ് ബോൾസ്റ്റേഴ്സ് ഒക്കെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം. നമുക്ക് അതിനനുസരിച്ച് ഈ സൈഡ് ബോൾസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ഇന്ന് മാറുന്ന കാണാൻ പറ്റും. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല പ്രീമിയം ആയിട്ടും ഉള്ളൊരു വണ്ടിയാണ് നമുക്ക് ഈ ഒരു അക്യൂറ. ഈ വണ്ടി നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ പ്രിസിഷൻ ഹോണ്ടയിൽ വണ്ടി അവൈലബിൾ ആണ്. നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ നമ്പർ കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും സെക്കൻഡ് റോയിൽ പോയി സെക്കൻഡ് റോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് സെക്കൻഡ് റോയിലേക്ക് കയറാം. സെക്കൻഡ് റോയിലേക്ക് കയറുമ്പോഴും ഇൻസ്റ്റൻ്റ്ലി നല്ലൊരു എന്താ പറയുക ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ബ്ലാക്കും കൂടെ ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു റൂമിനെസ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഈ ഒരു സെൻറ്റർ ആം കൺസോളൊക്കെ ആണെങ്കിലും നല്ല കപ്പ് ഹോൾഡേഴ്സും പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഫോണോ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ഇത് പുള്ളി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് മേളിലോട്ടാക്കി ഇങ്ങനെ വെക്കാൻ പറ്റും. അങ്ങനെ നമ്മളിത് പൊന്തിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 പേർക്ക് സുഖമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കിത് താത്തി വെക്കാം. താത്തി വെച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു നല്ലൊരു ലക്ഷറി ആയിട്ട് നമുക്ക് മുതലാളിയായിട്ട് ബാക്കിൽ ഇരുന്ന് പോകണമെങ്കിൽ സുഖമായിട്ട് ഇത് താത്തി വെക്കുക. അതുപോലെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഈ ഒരു സൺവൈസർ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഗ്രാബ് ഹാൻഡിൽ വരുന്നുണ്ട്. ഗ്രാബ് ഹാൻഡിൽ തന്നെ നമുക്കിവിടെ കോട്ട് ഹാങ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊവിഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സ് ഉണ്ട്. ലൈറ്റ്സിൻ്റെ ഒക്കെ ആണെങ്കിലും നല്ല LED ലൈറ്റ്സ് ആണ് വരുന്നത്. നമുക്ക് ആ ഒരു പനോറമിക് സൺറൂഫ് നമുക്ക് ഏകദേശം ഇവിടെ വരെ വരുന്നുണ്ട്. അതിൻ്റെ ബ്ലൈൻഡ്സ് ഉണ്ട്. നമുക്ക് ബ്ലൈൻഡ്സ് വേണമെങ്കിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്തിടാൻ പറ്റും. അങ്ങനെ മൊത്തത്തിൽ ഇതിൻ്റെ അകമൊക്കെ ആണെങ്കിൽ നല്ല പ്രീമിയം ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ആണ് വരുന്നത്. നമുക്ക് ഈ ഒരു സൈഡ് ഡോർ പാഡൊക്കെ ആണെങ്കിലും നമുക്ക് നല്ലൊരു പ്രീമിയം സൈഡ് ഡോർ പാഡ് വരുന്നുണ്ട്. അതിനകത്ത് സ്പീക്കേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സീറ്റിൻ്റെ ബാക്കിലാണെങ്കിൽ നമ്മൾ ഫയൽ ഹോൾഡേഴ്സ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നടുക്കോട്ട് വരുമ്പോഴത്തേനും നമുക്ക് AC കൺട്രോൾസ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അതുപോലെ ഹീറ്റഡ് സീറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ 3 വേ ഹീറ്റഡ് സീറ്റ്സ് ആണ്. അതിൻ്റെ കൺട്രോളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 2 സൈഡും അതായത് ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമുക്ക് അതുപോലെ കൺട്രോൾ ചെയ്യാം. അതുപോലെ AC ഫാനിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അത് ഇപ്പുറത്ത് ചെയ്യാൻ പറ്റും. ചെറിയൊരു ഡിസ്പ്ലേയോട് കൂടിയുള്ളൊരു സെറ്റപ്പൊക്കെയാണ് വരുന്നത്. നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് പവർ സോക്കറ്റ് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് 12 വോൾട്ടിൻ്റെ ഒരു പവർ സോക്കറ്റ് വരുന്നുണ്ട്. 2 USB ടൈപ്പ് Aൻ്റെ 2 സോക്കറ്റ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ AC 115 വാട്ട്സിൻ്റെ ഒരു AC സോക്കറ്റ് ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കിടുക്കൻ വണ്ടിയാണ് നമ്മുടെ ഈ ഒരു MDX. അതിൻ്റെ സീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല ലെതർ
റാപ്ഡ് ആയിട്ടുള്ള നല്ല അടിപൊളി സീറ്റ്സാണ് നമുക്ക് ഈ ഒരു MDX വരുന്നത്. നമുക്ക് ഇതിനകത്ത് ഓരോ സ്ഥലത്താണെങ്കിലും നമുക്ക് ഇതിൻ്റെ ഒരു ലക്ഷറി ഫീല് നമുക്ക് ഈ ഒരു വണ്ടിയിൽ എല്ലായിടത്തും തന്നെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നമുക്ക് അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഈ സെക്കൻഡ് റോ. തേർഡ് റോ സീറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയുള്ള തേർഡ് റോ സീറ്റ് വരുന്നുണ്ട്. തേർഡ് റോയിലേക്കുള്ള നമുക്ക് ആക്സസ് ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്യുക, നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് സൈഡിൽ. അതല്ലെങ്കിൽ നമുക്ക് ബാക്കിൽ നിന്ന് ആക്സസ് ചെയ്യാനാണെങ്കിൽ ഈ സീറ്റിൻ്റെ ബാക്കിലായിട്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. അങ്ങനെ ആ സൈഡിലും രണ്ട് സൈഡിലും ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ബട്ടൺ വരുന്നുണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീറ്റ് ഫ്രണ്ടിലോട്ടായി നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വിശേഷം വരുന്നത്. നമുക്ക് എന്തായാലും ചെറുതായിട്ടൊന്ന് ഡ്രൈവ് ചെയ്ത് ഡ്രൈവിങ്ങിൻ്റെ ഒരു ഫീൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇനി എന്തായാലും ഒരു ചെറിയൊരു ഡ്രൈവ് ചെയ്യാം. ഡ്രൈവ് ചെയ്യുമ്പോൾ ശരിക്കും നമുക്കിത് ഓടിക്കുമ്പോൾ, ഞാൻ നേരത്തെ ഓടിച്ചായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ഈ ഒരു 3.5 ലിറ്ററിൻ്റെ ഒരു V6 എഞ്ചിനും കൂടി ആയതുകൊണ്ട് നല്ലൊരു പവർ ഔട്ട്പുട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടും. അതുപോലെ നല്ല സ്മൂത്താണ് വണ്ടി. നമുക്കിത് ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ല സ്മൂത്തായിട്ട് നമുക്കിത് ഹാൻഡിൽ ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റും. അതൊരു വലിയൊരു എന്താ പറയുക, എനിക്ക് ഓടിച്ചപ്പോൾ തന്നെ നമുക്ക് എനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്തു. പിന്നെ നമ്മൾ ഓരോ മോഡ് മാറ്റുമ്പോഴത്തേനും നമുക്ക് ജസ്റ്റ് എന്തായാലും പുറത്തോട്ട് പോകാം. നമ്മൾ ഓരോ മോഡ് മാറ്റുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് മാറുന്നുണ്ട്, റെസ്പോൺസ് മാറുന്നുണ്ട്. നമ്മൾ ഗിയർ ചേഞ്ചിങ് അതിൻ്റെ ആ ഷിഫ്റ്റൊക്കെ ആണെങ്കിലും കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടും സ്ലോ ആയിട്ടൊക്കെ നമുക്ക് ഇതിനകത്ത് ആ ഒരു എന്താ പറയുക മോഡ് മാറ്റുന്നതിനനുസരിച്ച് നമുക്കത് ഫീൽ ചെയ്യും. ഒരു ചെറിയൊരു എന്താ പറയുക, നമ്മൾ ആ ഒരു നോർമൽ അല്ലെങ്കിൽ ഇക്കോയിലൊക്കെ ഇടുമ്പോൾ ആ ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യും. അതേ സമയത്ത് സ്പോട്ടിലേക്ക് വരുമ്പോഴത്തേനും നല്ല സ്പോട്ടി ആയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാനും പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു HUD ഒക്കെ ആണെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു HUD വരുന്നുണ്ട്, ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അതാണെങ്കിൽ നന്നായിട്ട് നമ്മളെ ഒരു വണ്ടി ഓടിക്കുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വണ്ടി നല്ല സ്മൂത്താണ്. നമ്മുടെ ഈ ഒരു സ്റ്റിയറിംഗ് വീലൊക്കെ ആണെങ്കിൽ നല്ല സ്മൂത്താണ്. ഇത്രയും വലിയ വണ്ടിയാണെങ്കിൽ പോലും നമുക്കിതിങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീലൊന്നും തോന്നത്തില്ല. അതുപോലെ ഇതിൻ്റെ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല കിടുക്കൻ സസ്പെൻഷൻ വരുന്നുണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഹമ്പിലൊക്കെ തുള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അത്യാവശ്യം ഒന്ന് കുലുങ്ങത്തേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ആ ഒരു അത്ര ബമ്പി ഫീലൊന്നും നമുക്ക് കിട്ടത്തില്ല. നല്ല പ്രീമിയം ആയിട്ട് തന്നെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു അടിപൊളി SUV ആണ് നമ്മുടെ ഈ ഒരു MDX. അതുപോലെ നമുക്ക് ഇതിനകത്ത് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറാസ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാർക്കിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞ് MDXൻ്റെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾ വണ്ടി നോക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും പ്രിസിഷൻ ഹോണ്ട മിസ്സിസാഗ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തേക്കാം. അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡീലിൽ അവർ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തായാലും കൊടുത്തേക്കാം, നമ്പർ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വണ്ടികളോട് താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക് യു.